പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമായ പ്രാവ്, ആ പ്രാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. വീണ്ടും നമുക്ക് തുടർന്നൊരു മേഖലയും കൂടി ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് വിളിച്ചു പറയുന്നത് മറ്റാരുമല്ല, സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ്റെ അടുത്തേക്ക് യേശു വരുന്നത് കണ്ടപ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപയോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു, ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ വരുന്ന വ്യക്തി ആരാണെന്ന് സ്നാപയോഹന്നാൻ ലോകമനുഷ്യരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയണം. കാരണം സ്നാപയോഹന്നാൻ അവിടെയുള്ള ജനങ്ങൾക്ക് അനുതാപത്തിൻ്റെ സ്നാനം കൊടുത്തപ്പോൾ, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, എന്നേക്കാളും വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾക്ക് സ്നാനം നൽകുമെന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രസംഗിച്ച, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ യോഹന്നാൻ ശ്ലീഹ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെക്കുറിച്ചാണ്. തുറന്നു പറയാണ്, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. ഇവനായി ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ജലം കൊണ്ട് സ്നാനം നൽകിയത്. സ്നാപയോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകിയത് യേശുക്രിസ്തുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് എന്ന് സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രഘോഷിക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യപ്പെടുത്തലിൻ്റെ പിന്നിൽ വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കണ്ടോ, സ്നാപയോഹന്നാൻ ഇങ്ങോട്ട് പോരുമ്പോൾ, ഈ ഭൂമിയിലേക്ക് സ്നാപയോഹന്നാനെ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം സ്നാപയോഹന്നാനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, സ്നാപയോഹന്നാൻ യേശുവിനെ കണ്ടിരുന്നില്ല. എന്നാൽ സ്നാപയോഹന്നാന് പിതാവായ ദൈവം ഒരടയാളം കൊടുത്തിരുന്നു. ആ അടയാളം മറ്റൊന്നുമല്ല, സ്നാപയോഹന്നാന് കൊടുത്ത അടയാളം ഇതാണ്, ആത്മാവ് പ്രാവിനെ പോലെ ആരുടെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നതെന്ന് പിതാവായ ദൈവം സ്നാപയോഹന്നാനോട് പറഞ്ഞിരുന്നു. സ്നാപയോഹന്നാൻ ഈ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കാണുകയാണ്. കണ്ടപ്പോൾ മനസ്സിലായി, ഈ നിൽക്കുന്ന വ്യക്തിയാണ് ദൈവപുത്രൻ. അതാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ
ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ. കണ്ടോ, അതായത് സ്നാപയോഹന്നാനെ ഈ ലോകത്തിലേക്ക് ജലം കൊണ്ട് സ്നാനം നൽകുവാനായിട്ട് അയച്ചത് പിതാവായ ദൈവമാണ്. ആ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നാപയോഹന്നാൻ കണ്ടു, അത് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് സ്നാപയോഹന്നാന് ദൈവം കൊടുത്തൊരു അടയാളമായിരുന്നു. അടയാളം മറ്റൊന്നുമല്ല, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വരും ഈ സ്നാനം കൊടുക്കുന്ന സമയത്ത്. ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നത്. അവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. ഇവിടെ സ്നാപയോഹന്നാൻ അത് കാണുക മാത്രമല്ല, അത് ലോകത്തോട് വിളിച്ച് പ്രഖ്യാപിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണമേ, പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് പ്രാവ്. പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും സ്നാനം സ്വീകരിച്ചപ്പോഴും ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ, തൈലാഭിഷേകം എന്ന കുദാശയിലൂടെ, മൂറോനാഭിഷേകം എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ ഈ പ്രാവിൻ്റെ രൂപത്തിൽ തന്നെ നമ്മളിൽ ഇറങ്ങി വന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്രാവിൻ്റെ രൂപത്തിലായിരിക്കാം, അഗ്നിയുടെ രൂപത്തിലായിരിക്കാം, നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു നമ്മളിൽ ഓരോരുത്തരിലും വാസമർപ്പിക്കുവാൻ തുടങ്ങി. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച കുദാശകളിലൂടെ ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ ഈ സത്യത്തിന് സാക്ഷ്യം അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. അവിടുത്തെ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.